ഹലോ സ്പന്ദനത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കിക്ക് ബോക്സിങ്ങിൻ്റെ പുതിയൊരു കോമ്പിനേഷൻ പഠിക്കാൻ പോവുകയാണ്. സോ കോമ്പിനേഷൻ്റെ പേര് ജാബ് ക്രോസ് സ്വിച്ച് ബോഡി കിക്ക്, ദെൻ അഗെയിൻ ക്രോസ് ആൻഡ് റൈറ്റ് ബോഡി കിക്ക്. സോ ഓക്കെ, നമ്മൾ ആദ്യം ബാഗ് വർക്കൗട്ട് എങ്ങനെയാണ് ബാഗിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ദെൻ അത് സെയിം സാധനം നമ്മൾ എങ്ങനെയാണ് സെയിം ടെക്നിക്ക് നമ്മൾ പാഡിൽ എങ്ങനെ ചെയ്യും, ദെൻ അഗെയിൻ പാർട്ട്ണർ ഡ്രിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മളെ കോമ്പിനേഷൻ ഫസ്റ്റ് വൺ ജാബ് cross, switch, body kick, then come down, cross, then again right body kick ആണ് നമ്മൾ കോമ്പിനേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബ്രേക്ക് ചെയ്ത് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ജാബ് ക്രോസ് മാത്രം ചെയ്യാം. ഗോ 1 2. ഓക്കെ, കുറച്ചുകൂടെ പവറിലിട്ടെ 1 2. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് സ്വിച്ച് ചെയ്യുക, ബോഡി കിക്ക്, ലെഫ്റ്റ് ബോഡി കിക്ക്. ഗോ സ്വിച്ച് ആൻഡ് ബോഡി കിക്ക്. വൺ മോർ ടൈം. ഓക്കെ, നൗ ഈ കിക്കിന് ശേഷം അതായത് സ്വിച്ച് കിക്കിന് ശേഷം അഗെയിൻ ആഡ് എ ക്രോസും കൂടെ ആഡ് ചെയ്യാം. One more time. Okay. Now after that right body kick. Cross നമ്മൾ എടുത്തതും നമ്മൾ right body kick ലോഡ് ആവുന്നു. Okay. Yeah. Okay. So ഇത്രയും കോമ്പിനേഷൻ കുറച്ചും കൂടെ സ്പീഡിലും ഇന്റൻസും ആയിട്ട് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ള കാര്യമാണ്. Okay. Ready? Go. One more time. One more time. കോമ്പിനേഷൻ ചെയ്യുമ്പം ആ ഗാർഡ് തെറ്റാൻ നോക്കുക. സോ ഇപ്പോൾ ജാബ് ആണ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഗാർഡ് വെക്കുക, ക്രോസ് ആണ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഗാർഡിൽ തന്നെ പോകണം. ആ പൊട്ടാതെ ട്രൈ ചെയ്യാം. ഓക്കെ യോ. ഓക്കെ, കുറച്ചുകൂടെ സ്പീഡ്. ആ ക്രോസിന് ശേഷം നമ്മൾ കിക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ഇട്ട് ചെയ്യാം. ഓക്കെ, one more time. Nice and relax. So നമ്മളിപ്പോൾ ചെയ്ത കോമ്പിനേഷൻ ജാബ് ക്രോസ് സ്വിച്ച് ബോഡി കിക്ക്, ദെൻ അഗെയിൻ ക്രോസ് ആൻഡ് ലെഫ്റ്റ് ബോഡി റൈറ്റ് ബോഡി കിക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ അതേ സെയിം ടെക്നിക്ക് അതേ സെയിം കോമ്പിനേഷൻ നമ്മൾ പാഡ് വർക്കിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ജാബ് ക്രോസ് മാത്രം ചെയ്യാം. 1 2. Now from there switch and left body kick. 1 2 switch body kick. Now ആ കാല് താഴെ വെച്ചതും ക്രോസ് ചെയ്യുക, അകത്തോട്ട് വരിക, then again body kick right. Okay, one more time. 1 2 switch kick cross and nice. One more time. 1 2 switch kick 1 and nice. One more time. 1 2 kick nice and nice. Shin വെച്ച് തന്നെ കോണ്ടാക്ട് വരാൻ നോക്കുക, ഹിപ്പ് കുറച്ചുകൂടെ ഒന്ന് ഇട്ട് നോക്കുക. ഈസി. ഗോ 1 2 switch kick and kick. സെയിം കോമ്പിനേഷൻ കുറച്ചുകൂടെ ഇന്റൻസിറ്റിയിൽ പവറും കൂടെ ഇട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഗോ. Nice. One more time. Nice. Boom boom. Yes. Hey. One more time. Come on. Hey 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 hey. Hey. One more time. Last one. Hey hey hey. Nice. Nice. നമ്മളിപ്പോൾ ചെയ്ത കോമ്പിനേഷൻ ദാറ്റ് ഈസ് ജാബ് ക്രോസ് സ്വിച്ച് ബോഡി കിക്ക്, ദെൻ അഗെയിൻ ക്രോസ് ആൻഡ് റൈറ്റ് ബോഡി കിക്ക്. ഇതേ കോമ്പിനേഷൻ നമ്മൾ പാർട്ട്ണർ ഡ്രിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഫൈറ്റിങ്ങിലോ അല്ലെങ്കിൽ റിങ്ങിലേക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യണത്. ഓക്കെ, so 1 2 switch body, then cross, again right body. One more time. 1 2 switch body, cross and then right kick again. Okay, so one more time. 1 2 kick cross and nice. Again 1 2 kick cross again. 1 2 1 and kick again. So 1 2 kick cross and then again back. കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. Come back back. Ash ash. Hey. Shay. Hey, come on, one more time. Ash ash. Ash. Hey, one more time. Ash ash. Shay. Boom. Ash. Come on. Shay. Boom. One more time. Shake. Nice. Hey. Shake. Boom. So ഇന്ന് നമ്മൾ ചെയ്ത കോമ്പിനേഷൻ്റെ പേരാണ് ജാബ് ക്രോസ് സ്വിച്ച് ബോഡി കിക്ക്, ക്രോസ് ആൻഡ് റൈറ്റ് ബോഡി കിക്ക്. സോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അഗെയിൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും ഭയങ്കര ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടാണ് നമ്മൾ കിക്ക് ബോക്സിംഗ് എന്ന് പറയുന്നത്. സോ അത്രയും ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ സ്കിൽസിൻ്റെ കൂടെ തന്നെ ഫിറ്റ്നസ് അലോങ് വിത്ത് ദാറ്റ് ഫിറ്റ്നസ് വർക്കൗട്ട്സ് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമസ്കാരം.
സ്പന്ദനത്തിലേക്ക് സ്വാഗതം. ഇന്ന് റേക്കി ഹീലിങ്ങിനെ കുറിച്ചാണ് പറയുക. വിവിധതരം റേക്കി ഹീലിങ്ങുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. പ്രധാനമായും ഹാൻഡ്സ് ഓൺ ഹീലിംഗ്, അതാണ് റേക്കിയുടെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട ഹീലിങ്ങും. ഹാൻഡ്സ് കൊണ്ട് നമ്മൾ ഒരാളെ സ്പർശിക്കുക, അതുവഴി ഉണ്ടാക്കുന്ന ഹീലിംഗ് വളരെ സുഖകരവും വളരെ സ്മൂത്തുമാണ്. അപ്പോൾ എല്ലാ ലോക ജനസംഖ്യ മുഴുവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹീലിംഗാണ് ഹാൻഡ്സ് ഓൺ ഹീലിംഗ്. എന്തിനേറെ ഹിപ്പോക്രാറ്റ് പോലും നമ്മൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് യു ടച്ച് ദ പേഷ്യൻറ്റ് ദെൻ ഒബ്സർവ്. Without touching or without looking into a patient, you should not do any kind of writing or assessments. So, ഹിപ്പോക്രാറ്റ് പോലും അന്ന് മനസ്സിലാക്കിയിരുന്നു ടച്ച് ഹീലിംഗ് വളരെ ഈസാക്കും. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ ആദ്യത്തെ ഒരു ടച്ച് ഹീലിംഗ്, ഒരു 3 minutes ഹീലിംഗ് കഴിയുമ്പോൾ തന്നെ ദ പേഷ്യൻറ്റ് ഫീൽസ് റിലാക്സ്ഡ്. അറ്റ്മോസ്റ്റ് റിലാക്സേഷൻ ആൻഡ് റാപ്പോ, മൈൻഡ് ടു മൈൻഡ് കണക്ഷൻ എല്ലാം ഉണ്ടാക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു വിഷയം, നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ ഹാൻഡ്സിലൂടെയാണ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് സാധനവും കൊടുക്കലും വാങ്ങിക്കുകയും ചെയ്യുന്നത് കൈകളിലൂടെയാണ്. കാരണം കൈകൾ കണക്ട് ചെയ്തിരിക്കുന്ന എനർജി ചക്ര ഹാർട്ടാണ്. നമുക്ക് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം കൂടി ഈ കൈകൾ വ്യക്തമാക്കുന്നു. വേണമെങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം കൈകളിലൂടെ നടപ്പാക്കുന്ന ഒരു സമ്പ്രദായമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. സോ ഹാൻഡ്സ് ഓൺ ഹീലിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹീലിംഗ് പാർട്ട്. അപ്പോൾ ഹാൻഡ്സ് സാധാരണഗതിയിൽ 2 കൈകൾ കൊണ്ട് ഒരാളെ സ്പർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാൻഡ്സ് ഷുഡ് ബി വെരി റിലാക്സ്ഡ്. വളരെ സ്റ്റിഫ്നെസ്സോ ഒന്നും പാടില്ല. റിലാക്സ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുക എന്നൊക്കെ പറയുന്ന പോലെ മനസ്സറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്താണ് ഈ ഹാൻഡ്സ് നന്നാകാനോ ബ്ലസ് ചെയ്യാനോ ഒക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ ദ എനർജി ഫോൾസ് ആൻഡ് ഫ്ലോ ലൈക്ക് എനിത്തിങ് എൽസ്. അപ്പോൾ നമുക്ക് വിചാരിക്കാത്തതിനേക്കാളേറെ, നിങ്ങൾ റേക്കി പഠിച്ച ആളല്ലെങ്കിൽ പോലും നിങ്ങൾ ഹാൻഡ്സ് കൊണ്ട് ബ്ലസ് ചെയ്താൽ നിങ്ങളുടെ ഗുഡ് എനർജി വിൽ പാസ് ത്രൂ ദി അതർ പേഴ്സൺ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ റേക്കി ഞാൻ പറയുന്ന പോലെ ചെയ്തു നോക്കൂ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലും എനർജി പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. റേക്കിയുടെ ആദ്യ പ്രാക്ടീസുകൾ തുടങ്ങുന്നത് തന്നെ ഈ ഹാൻഡ്സ് ഫേസ് ടു ഫേസ് ഇങ്ങനെ വെച്ചിട്ട് 2 കൈയും നമ്മുടെ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു 2 മിനിറ്റ് നേരം അല്ലെങ്കിൽ 1 മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഹാൻഡ്സിനകത്ത് ഒരു ടിക്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് യു ആർ സ്റ്റാർട്ടഡ് എമിറ്റിംഗ് എനർജി. നിങ്ങളുടെ കൈകൾ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എവിടെയായിരുന്നാലും ഏകാഗ്രതയോടെ സിറ്റ് സ്ട്രൈറ്റ്, സ്പൈനൽ കോളം നേരെ വയ്ക്കുക, ചക്ര സിസ്റ്റം നേരെയാണെന്ന് ഉറപ്പാക്കുക, 2 കൈകളും റിലാക്സ്ഡ് ആയിട്ട് എടുക്കുക, 2 കൈകളുടെ ഉള്ളിൽ നിന്ന് എനർജി പുറത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ 2 കൈയിലും ഒരു ടിക്ലിംഗ് സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഹാൻഡ്സ് എനർജി എമിറ്റ് ചെയ്ത് തുടങ്ങി എന്നർത്ഥം. ഈ കൈകൾ പതുക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോർണർ ഭാഗത്തേക്ക് വയ്ക്കുക. കോർണർ ഭാഗത്തേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒരു ഫെദർ ടച്ച്. ഈ ടച്ച് കൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് നേരം 3 മിനിറ്റ് നേരം, മിനിമം ഒരു 3 മിനിറ്റ് നേരമെങ്കിലും കണ്ണടച്ച് ആ ഹാൻഡ്സ് വഴി എനർജി നിങ്ങളുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുക, ഇൻറ്റൻഷനലി പാസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫേസിലേക്ക് വയ്ക്കുക കൈകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ചെവിയിലേക്ക് വയ്ക്കുക, ത്രോട്ടിലേക്ക് വയ്ക്കുക, തൈമസിലേക്ക് വയ്ക്കുക, സോളാർ പ്ലെക്സസിലേക്ക് വയ്ക്കുക, പെൽവിക് സൈഡിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഒരു 4-8 പൊസിഷനിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ദിവസവും ഒരു 3 മിനിറ്റ് നേരം നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേദനയുണ്ടെന്ന് തോന്നിയാൽ 1 മിനിറ്റ് നേരം ഇങ്ങനെ ധ്യാനിച്ചതിന് ശേഷം മാത്രം കൈകൾ വേദനയുള്ള ഭാഗത്തേക്ക് വയ്ക്കുക. 3 മിനിറ്റ് നേരം അങ്ങനെ കൈവച്ച് എനർജി പാസ് ചെയ്യാൻ അനുവദിക്കുക. ലെറ്റ് മീ സീ നോക്കൂ. നിങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ വേദന കുറഞ്ഞു, തീർച്ചയായും കുറഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിനോട് കൂടുതൽ എനർജി ഫ്ലോ ചെയ്യാനും കൂടുതൽ എനർജി ഒഴുകാനും ഹീലിംഗ് റിസൾട്ട് കിട്ടാനും വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ക്ലെൻസിങ് എന്ന പ്രോസസ്സ്. ക്ലെൻസിങ് പ്രോസസ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റേക്കി. റേക്കിയുടെ ക്ലെൻസിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൈകളും റബ്ബ് ചെയ്യുക.
പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ്, ഹീൽ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞത്. 2 കൈകളും റബ്ബ് ചെയ്തിട്ട് ഈ കൈകൾ കുറച്ച് നേരം ഒരു 3 മിനിറ്റ് നേരമോ 2 മിനിറ്റ് നേരമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേറ്റ് ചെയ്ത് കൈകൾക്കുള്ളിൽ നിന്ന് എനർജി വരുന്നതായിട്ട് സങ്കല്പിച്ച് ഒരു ടിക്ലിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ദെൻ ഇപ്പോൾ ഈ കൈകൾ കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിൻ്റെ തലയുടെ ഈ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒഴിയുക. 2-3 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക, കൈകളും ഒഴിയുക. കണ്ണടച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. കണ്ണടച്ച് ചെയ്യുന്ന ഈ എനർജി ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് മതി. 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ദേഹത്താകമാനം ഉള്ള എനർജി അക്യുമുലേഷൻ, നെഗറ്റീവ് എനർജി അക്യുമുലേഷൻ തട്ടിക്കളയാൻ പറ്റും. ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരുന്നത് കാണാം. കാരണം നമ്മുടെ എനർജിയുടെ ഫീൽഡിൽ, നമ്മുടെ ഓറ ഫീൽഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി നമുക്ക് തരുന്ന ക്ഷീണമായിരുന്നു ഈ എനർജി അക്യുമുലേഷൻ കൊണ്ടുണ്ടായിരുന്നത്. അത് മാറ്റുമ്പോൾ തന്നെ ഒരു ഉന്മേഷം വരുന്നു. അതിനുശേഷം കൈകൾ റബ്ബ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ ഹീലിംഗ് തുടരുക. ഹീലിംഗ് 10 മടങ്ങ് വർദ്ധിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്ലെൻസിങ് ആണ് റേക്കിയുടെ പ്രധാന ഭാഗം. ഹീലിങ്ങിന് മുമ്പ് ക്ലെൻസിങ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ റേക്കി ഹീൽ ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായി ഹീലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഒരു പ്രധാനപ്പെട്ട വേദനയോ മറ്റെന്തെങ്കിലും ഒരു എയിൽമെൻറ്റോ നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ അല്ലെങ്കിൽ സ്വയം ഒന്ന് കുറവ് വരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് തലവേദനയോ അല്ലെങ്കിൽ കൈകളിൽ ഒരു വേദനയോ ഉണ്ടാകുന്നു, ആ വേദനയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻസിങ് ആണ്. ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൈകൾ പതുക്കെ ബലമൊന്നും പിടിക്കാതെ, ഇപ്പോൾ ഇവിടെയാണ് വേദനയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൽബോ ജോയിൻറ്റിലാണ് വേദന, ഞാനിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഞാൻ ഇതിനെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തട്ടിക്കളയുന്നു, വീണ്ടും ക്ലെൻസ് ചെയ്യുന്നു, തട്ടിക്കളയുന്നു, ക്ലെൻസ് ചെയ്യുന്നു. ഇങ്ങനെ 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കൈ നൂത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നും. അതേ ഭാഗത്ത് അതുപോലെ തന്നെ കൈകൾ വെച്ച് ഹീലിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായ വ്യത്യാസം ഇൻസ്റ്റൻ്റായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ തലവേദന, മുതുവേദന, പുറംവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ചാടിക്കയറി ഹീലിംഗ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്ലെൻസ് ചെയ്യുക, ഹീൽ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്ലെൻസ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്തിട്ട് ഈ ഹീലിംഗ് നിർത്തുക. തീർച്ചയായിട്ടും ചെറിയ എയിൽമെൻറ്റുകൾക്കൊക്കെ നമുക്ക് വീട്ടുകളിൽ നിന്ന് ഇത് റേക്കി പഠിക്കാൻ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഹാൻഡ് റേക്കി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജീവനോടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരിലും റേക്കി എനർജി ഹാൻഡുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചശക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെ ചെറിയ മൈനർ ഐസൈറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ കൈകൾ റബ്ബ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കൊന്ന് ക്ലെൻസ് ചെയ്യുക, ഹാൻഡ് വെച്ച് ചെയ്യുക. എന്നിട്ട് തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ആ കണ്ണിലേക്ക് കൈകൾ വെച്ച് 5 to 10 മിനിറ്റ്സ് നിങ്ങൾ എനർജി കൊടുക്കുക. 5 to 10 മിനിറ്റ്സ് എനർജി കൊടുത്തിട്ട് നേരത്തെ വായിച്ച ഒരു പത്രം മുമ്പിലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് വായിച്ച് നോക്കുക. അപ്പം തന്നെ നിങ്ങളുടെ പവർ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ ശാശ്വതമായ ഒരു ചെറിയ വ്യത്യാസം, ചെറിയ മൈനർ വേരിയേഷനെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. റേക്കി ഹീലിങ്ങിൻ്റെ ഹാൻഡ്സ് ഓൺ ഹീലിംഗാണ് നിങ്ങളിപ്പോൾ കേട്ടതെങ്കിലും ഈ ഹാൻഡ്സ് നമുക്ക് ലേ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസായിട്ട് ഒരു പേഷ്യൻ്റ് ദൂരെ കിടക്കുക, ഉദാഹരണത്തിന് ലെപ്രസിയോ ആൻറ്റി റാബിസോ ഇങ്ങനെ നമുക്ക് അടുത്തില്ല ഒക്കത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഹാൻഡ്സിനെ ദൂരെ വെച്ചുകൊണ്ട് തന്നെ ബീം ചെയ്യാം എന്ന് പറയാം. അതായത് ഒരു പോയിന്റിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനർജി ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് മനസ്സ് മാത്രം മതി. അപ്പോൾ നിങ്ങൾ കിടക്കുന്ന ആളിൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് എത്താൻ പറ്റില്ലെങ്കിൽ 5-6 അടി അല്ലെങ്കിൽ 5 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഹാൻഡ്സ് അവരെ നോക്കി ഫേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിന്ന് അവരിലേക്ക് എനർജി പാസ് ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് കണ്ടാൽ മതി. അവിടെ ആ ആളിന് എനർജി റിസീവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനർജി പോകുന്നതായിട്ട് ഫീൽ ചെയ്യാനും തുടങ്ങും. ഇതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
ഒരാൾ ഒരു മതിലിൻ്റെ ഒരു സൈഡിലും വേറൊരാൾ മതിലിൻ്റെ മറു സൈഡിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ്സുകൾ ഫേസ് ടു ഫേസ് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി പാസ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു സൈഡിൽ നിന്ന് പാസ് ചെയ്യുന്ന ആളിൻ്റെ എനർജി മറ്റേ ആളിൻ്റെ ഹാൻഡിൻ്റെ ഉള്ളിൽ പതിക്കുന്ന പ്രഷർ അവർക്ക് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് എ കോൾഡ് ബീമിങ് എനർജി. അപ്പോൾ ബീമിങ് ചെയ്യാം. പിന്നുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യുന്ന 2-3 തരം ഹീലിങ്ങുകളാണ്. ഒന്ന് സ്പൈറൽ ആൻഡ് സർക്കുലർ ഹീലിംഗ് എന്ന് പറയും. ഈ സ്പൈറൽ ഹീലിംഗ് നമ്മുടെ റേക്കി സെൻറ്റേഴ്സ് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. വെനെവർ എ പേഴ്സൺ നീഡ് ത്രൂ ഔട്ട് എനർജി ഇൻ ദ നൈറ്റ്, അല്ലെങ്കിൽ വളരെ അവശത നിലയിൽ ആശുപത്രി കിടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആണ് സ്പൈറൽ ഹീലിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എമർജൻസിയാണ്, സിങ്കിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് ജെനുവിൻ കേസൊക്കെ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ നെറ്റ്വർക്ക് വിളിച്ച് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് കൊടുക്കും. അപ്പോൾ രാവിലെ അരമണിക്കൂർ നേരം ഒരാൾക്ക് കൊടുത്തിരിക്കണമെങ്കിൽ അരമണിക്കൂർ വേറൊരാൾക്ക് എൻ്റെ അടുത്ത്, അങ്ങനെ ത്രൂ ഔട്ട് നൈറ്റ് ഒരു കിടക്കുന്ന പേഷ്യൻറ്റിന് ഈ ഡിസ്റ്റൻറ്റിൽ നിന്ന് ഹീലിംഗ് കിട്ടും. പിന്നെ ഉള്ളത് സർക്കുലർ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. സർക്കുലർ ഹീലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അറ്റ് എ ടൈം thousands ഓഫ് പീപ്പിൾ ഹീലിംഗ് എ പേഴ്സൺ ഒരുമിച്ച്. അപ്പോൾ അത് വളരെ ക്രൂഷ്യലും ക്രിട്ടിക്കലുമായിട്ടുള്ള സമയങ്ങളിൽ, ചില സമയങ്ങൾ പാസ് ചെയ്ത് പോകാൻ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇത്തരം എനർജി വിഷസ് ഒക്കെ അയക്കാറുണ്ടല്ലോ. സാധാരണഗതിയിൽ ഇത്തരം വിഷുകൾ ഫലിക്കാറുള്ള കാണാറുള്ളത്. 90% ഫലം നമുക്ക് അനുകൂലമായിട്ട് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ എന്തായിരിക്കും മനസ്സിലെ ഇൻറ്റൻഷൻ, നമ്മൾ ജയിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തും ഒരു ക്രിക്കറ്റ് നമ്മൾ കണ്ടു. എത്രയോ കോടിയാണ്, 13 കോടി വ്യൂവേഴ്സൊക്കെയാണ് അതിനുള്ളത്. അവരെല്ലാം കൂടെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പിന്നെ തൊക്കായിരുന്ന കളിയും ജയിച്ചു പോകണതാണ്. അത്ഭുതം പോലെ നമുക്ക് തോന്നുമെങ്കിലും എനർജിക്ക് അതിൻ്റെ പിന്നിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ഈ പ്രയർ എഫക്റ്റ് പോലെ തന്നെ എനർജി അക്യുമുലേറ്റ് ചെയ്ത് ധാരാളം ഒരുമിച്ച് സെൻട്രലൈസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് സർക്കുലർ സിസ്റ്റം ഓഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതൊക്കെ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? അതായത് ഇപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പ്രശ്നമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കാം? അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹീലിംഗ് സെൻറ്ററിൽ പോയി ഹീലറുമായി സംസാരിച്ച് ബുദ്ധിമുട്ടുകൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ പോകാൻ പറ്റാത്ത ആളുകൾക്ക് പോലും വീട്ടിലിരുന്നാൽ മതി ഹീലിങ്ങുകൾ ലഭ്യമാക്കാൻ പറ്റും. പക്ഷേ ഒരു ഹീലർ ഷുഡ് നോ about what is your real problem and what kind of problem you are facing, whether it is something connected in the deep rooted ആണോ അല്ലയോ വെറും എക്സ്റ്റേണൽ ആണോ, അങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈഡ് ആയിരിക്കും ഒരു ഹീലർ നിങ്ങൾക്ക് ഹീലിംഗ് വിധിക്കുക. പക്ഷേ ഹീലിംഗ് ഒരു തരത്തിലും ഒരു ഡാമേജും ഉണ്ടാക്കില്ല എന്നുള്ളത് സത്യം. യാതൊരു കാരണവശാലുമുള്ള യാതൊരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സംഗതിയും ഈ ഹീലിംഗ് സിസ്റ്റത്തിലില്ല. അത് ശരിക്കും പറഞ്ഞാൽ മാജിക്കാണ്, സ്പിരിറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത് വെറുതെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ലെസൺസ് ഒരിക്കലും ഒരു റേക്കി സെൻറ്ററിൽ കൂടെ ആർജിക്കണമല്ല. നിങ്ങളെല്ലാം നാച്ചുറലി റേക്കി എനർജി ചാനൽസാണ്. ആ ചാനലൈസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനർജിയെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് സെൻറ്ററുകൾ. പ്രധാനമായിട്ടും നമ്മൾ പറയുന്നല്ലോ, ഇപ്പം നമുക്ക് നാച്ചുറലി കിട്ടുന്ന പ്രധാന എനർജി സോഴ്സ് സൂര്യനാണ്. എത്ര പേര് ഈ സൂര്യനെ മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പോൾ അതുപോലും ആ സൂര്യനെ ശരണം പ്രാപിക്കുന്ന വഴി തന്നെ മേജർ ചങ്ക് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ലെവൽ ഓഫ് ഹെൽത്ത് യു ഹാവ് ഗെയിൻഡ് എ ലോട്ട് ഓഫ് ഹെൽത്ത് വിത്ത് സൺ ലിവിങ്. സൂര്യനെ മാത്രം ഗേസ് ചെയ്തൊക്കെ ഭക്ഷണം പോലും കഴിക്കാത്ത ജീവിക്കുന്ന ആളുകളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. ഭക്ഷണം എനർജൈസ് ചെയ്യുന്നതും സൂര്യനാണ്, വെള്ളം എനർജൈസ് ചെയ്യുന്നതും സൂര്യനാണ്, വായു എനർജൈസ് ചെയ്യുന്നതും സൂര്യനാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമില്ല. ഭക്ഷണവും വായുവും ജലവും കഴിച്ച് സൂര്യനോടൊപ്പം യോജിക്കുകയാണെങ്കിൽ പകുതി ജോലി കുറയും. എന്നാൽ പകുതി ജോലി നമ്മൾ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനാണ്. അതിന് തീർച്ചയായിട്ടും അതും കൂടെ ആയാൽ വലിയ രോഗശാന്തിയും രോഗം വരാതിരിക്കലും. ഇപ്പം ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റേക്കിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒട്ടുമുക്കാലും ആളുകൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് കുത്തനെ ഇടിയുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഉദാഹരണത്തിന് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിൽ വന്നു.
എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 250-300 പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരുന്ന പീഡിയാട്രിഷ്യൻസിനും മറ്റ് ഡോക്ടേഴ്സും ഒക്കെ ഒരു പേഷ്യൻറ്റും ഇല്ലാതായി. വർഷങ്ങളോളം ഇരുന്ന അവസ്ഥ ഒരു ഭയങ്കര മാരകമായ അവസ്ഥയാണ്. ഹൃദയരോഗികൾ നാളെ ചത്തുവെന്ന് പറഞ്ഞ ഹൃദയരോഗികൾ 3-4 വർഷമായിട്ട് സുഖമായിട്ട് വീട്ടിയിരിക്കുന്നു. ഒരു പേഷ്യൻറ്റിനെ ഒരു ഡോക്ടറെയും കാണാൻ പോകുന്നില്ല, ആരും അങ്ങോട്ടും പോകുന്നില്ല. ആകെ സങ്കടത്തിലായി. മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുമെന്നൊക്കെ തോന്നി. എന്നാൽ പ്രകൃതിക്ക് വന്ന വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മൃഗങ്ങളും പക്ഷികളും ഹാപ്പി ആയിട്ട് വിലസുന്നതായിട്ടാണ് കണ്ടത്. റോഡുകളിലും മരങ്ങളിലും എല്ലാവിധ പക്ഷികളും. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ മയിൽ കവടിയാർ റോഡിൽ കൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അതൊക്കെ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. അപ്പോൾ എല്ലാം സന്തോഷത്തോടെ വിഹരിക്കുന്ന ഒരു കാലം വന്നു. കോവിഡ് മാരിയുടെ കാലത്ത് കുറച്ച് പേര് മരിച്ചുപോയി, അത് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എന്നാലും അമിതമായി കുമിഞ്ഞുകൂടുന്ന ഈ രോഗത്തിൻ്റെ എണ്ണം എങ്ങനെ കുറഞ്ഞു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇടപെടലുകളിലൂടെയും ദിനചര്യയിലൂടെയും നമ്മൾ ഇഷ്ടം പോലെ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അത് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ മുഖം തിരിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഈ ആധുനിക ലോകത്തിനുണ്ട്. പുതിയ തലമുറ പ്രത്യേകിച്ചും അവരുടെ ലൈഫ് സ്റ്റൈൽ രാത്രിയെ വെളുപ്പിക്കുക എന്നുള്ള പരിപാടിയിലാണ്. തീർച്ചയായിട്ടും ഇത് പാശ്ചാത്യർ ഉപേക്ഷിച്ച ലൈഫ് സ്റ്റൈലാണ്. അത് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അവരെടുത്തു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ചിന്തിക്കണം, ഏത് വേണം ഏത് വേണ്ട. എനർജി സയൻസിലൂടെ തീർച്ചയായിട്ടും ഈ തിരിച്ചറിവ് വളരെ എളുപ്പം തിരിച്ചറിയുകയും ചെയ്യും. കാര്യം എനർജി വളരെയധികം കാത്തിരിക്കേണ്ട ഒരു സംഭവമല്ല, അപ്പോഴപ്പോഴുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. എനർജി ദൈനംദിനമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണുള്ളത്. അവയ്ക്ക് ഇൻറ്ററപ്ഷനൊന്നുമില്ല, ഒരു തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ പിന്നെ ജീവനുമില്ല. അപ്പോൾ അത്തരം ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സിസ്റ്റമാണ് എനർജി. അതിനെ പെരുമാറാനും അതിനെ പരിശീലിക്കാനും പഠിക്കേണ്ടതും അത് പരിശീലിക്കേണ്ട ആവശ്യവും വളരെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമാണ് എനർജി പ്രാക്ടീസ് ചെയ്യാതെ വരികയും നല്ല എനർജി യൂസ് ചെയ്യാതെ ഗുളികകളും മരുന്നുകളും തേടി നടക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നെ ഏറ്റവും ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോക ജനസംഖ്യ, പ്രത്യേകിച്ച് ഇന്ത്യ, വൈറ്റമിൻ ഡിയുടെ പിന്നാലെ ഓടുന്നു എന്നുള്ളതാണ്. എന്തൊരു ഗതികേടാണ്. ഇന്ത്യ സോളാർ എനർജിയുടെ കാര്യത്തിൽ അതിവേഗം കുതിച്ചുയരുന്നു. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഡിക്ക് പിന്നാലെ ഓടുന്നു. വൈറ്റമിൻ ഡി ഇവിടെ കുറവായതുകൊണ്ടൊന്നുമല്ല, സൂര്യൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ നമ്മുടെ ജീവിതചക്രം മാറി. നമ്മൾ നല്ല സമയം അകത്തും ചീത്ത സമയം പുറത്തുമായി. അപ്പോൾ പലരും പറയും ഞാൻ സൈക്കിളൊക്കെ ചവിട്ടണമാണ്, സൂര്യപ്രകാശം അടിക്കുന്നതാണ് എന്നൊക്കെ പറയണം. നമുക്ക് നല്ല സൂര്യപ്രകാശം നഷ്ടമാവരുത് എന്ന് ശ്രദ്ധിക്കുക. റെക്കി ഹീലിങ്ങിൻ്റെ മറ്റൊരു വശം ഏതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസിനെയും ഇല്ലാതാക്കാൻ ഭയങ്കര കഴിവുള്ളതാണ്. കാര്യം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് റേക്കി എനർജിയിലൂടെ കിട്ടുന്നതിൻ്റെ അത്ര വേറെ ഒന്നിലും സംഭവിക്കാറില്ല. റേക്കിയിലൂടെ എനിക്ക് പറയാനുള്ളത്, റേക്കി എനർജി ഫ്ലോ ഇല്ലാത്തതായി ജീവനുള്ള ഒരു ജീവിയും ഈ ഭൂലോകത്തില്ല. മനുഷ്യനിൽ പ്രത്യേകിച്ചും വളരെയധികം എനർജി സഞ്ചാരമുള്ളത്, റേക്കി എനർജി സഞ്ചാരമുള്ളത് മനുഷ്യനിലാണ്. മനുഷ്യന് ആ ഗതി നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട്. എനർജിയെ ശരണം പ്രാപിക്കുന്ന മനുഷ്യന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, എനർജി യൂസ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമസ്കാരം. വീണ്ടും കാണാം സ്വാന്തനത്തിലൂടെ.